ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വ്യവസായങ്ങൾക്കായി പുതിയ തലമുറയെ സജ്ജരാക്കുന്നതിന് വ്യവസായ അക്കാദമിക മേഖലയിലെ സഹകരണം പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നാളെ അന്താരാഷ്ട്ര വനിതാ ദിനം. ന്യൂഡൽഹിയിലെ ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വേനൽക്കാല ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്നും വൈദ്യുതിയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഈ മാസം 11 ആരംഭിക്കും. മാർച്ച് 12 മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. സന്ദർശനവേളയിൽ മൌറീഷ്യസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് നിന്നും ദാരിദ്ര്യം തുടച്ചുനീക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി സൂറത്തിൽ ഭക്ഷ്യസുരക്ഷാ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. आज मुझे संतोष है, हमारी सरकार गरीब की साथी बनकर सेवक के भाव से उसके साथ खड़ी है. जब देशवासियों को सपोर्ट की सबसे ज्यादा जरूरत थी, तब प्रधानमंत्री गरीब कल्याण योजना यह मानवता को महत्व देने वाली, गरीब के घर में चूल्हा जलता रहे. ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലിയിലെ സിൽവാസയിൽ 2587 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി സിൽവാസയിലെ നമോ ആശുപത്രിയും ഉദ്ഘാടനം ചെയ്തു. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു രാജ്യത്തിന്റെ അഭിമാനവും പൈതൃകവുമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനമായ നാളെ നവ്സാരിയിൽ നടക്കുന്ന ലഖ്പതി ദീദി സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് 15,000-ലേറെ ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ 50 മുതൽ 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ സാധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ജൻ ഔഷധി ദിനവുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2027 രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം 25,000 ഉയർത്തുമെന്നും ശ്രീ JP നഡ്ഡ പറഞ്ഞു. ഇന്ത്യയുടെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങൾക്കായി പുതിയ തലമുറയെ സജ്ജരാക്കുന്നതിന് വ്യവസായ അക്കാദമിക മേഖലയിലെ സഹകരണം പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികമായി മികച്ചു നിൽക്കുന്ന ലോകത്തിലെ 5 രാജ്യങ്ങളിൽ ഒന്നായി മുന്നേറുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കണമെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ നേതൃനിരയിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ കൂട്ടായ പ്രയത്നം ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഐറിഷ് പ്രസിഡന്റ് മൈക്കൽ ഡി ഹിഗിൻസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ അയർലൻഡ് ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായതായി അയർലൻഡിലെ ഡബ്ലിൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവെ വിദേശകാര്യമന്ത്രി പറഞ്ഞു. India becomes a bigger economy. We are the 5th currently. We will be the 3rd, definitely by the end of this decade. There is a lot that we see going on with Europe, and again, Ireland as an integral part of that would obviously reap the benefits. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്നതാണ് പരിപാടിയുടെ പ്രമേയം. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 2024 വനിതാരത്ന പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. ICDS പദ്ധതി പ്രവർത്തനത്തിൽ മികവ് പുലർത്തിയവർക്കുള്ള അവാർഡുകളും നാളെ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് വേനൽക്കാല ലോഡ് ഷെഡിംഗ് വേണ്ടിവന്നേക്കില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതിയുടെ അമിതോപയോഗം നിയന്ത്രിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മന്ത്രി പാലക്കാട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹരിയാനയിലെ അംബാലയിൽ പരിശീലന പറക്കലിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ജാങ്കൂർ വിമാനം തകർന്നു വീണു. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്ന് വ്യോമസേന അറിയിച്ചു. പൈലറ്റ് സുരക്ഷിതനാണ്. അപകട കാരണം കണ്ടെത്താൻ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് തിരുത്താണി ഷൊലിങ്കൂർ ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. 20-ലധികം പേർക്ക് പരിക്കേറ്റു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ തിരുത്താണിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിൽ WTC ഗ്രൂപ്പ് നടത്തിപ്പുകാരനായ ആശിഷ് ഭലയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഹരിയാന, ഉത്തർപ്രദേശ്, ചണ്ഡിഗഡ്, ഗുജറാത്ത്, പഞ്ചാബ് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ വിവിധ നിക്ഷേപകരിൽ നിന്നായി WTC ഗ്രൂപ്പ് 3000 കോടിയിലധികം രൂപ പിരിച്ചതായി ED അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിംഗപ്പൂരിൽ ആശിഷ് ഭലയുടെ കുടുംബാംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് 100 കോടിയിലേറെ രൂപ മാറ്റിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഇന്ത്യ അമേരിക്ക ബഹുമേഖലാ ഉഭയകക്ഷി വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ US മന്ത്രിമാരുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തിയെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുക, താരിഫ് ഇതര തടസ്സങ്ങൾ കുറയ്ക്കുക, വിതരണ ശൃംഖല സംയോജനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. Two governments are in the process of advancing discussions on a multi-sector bilateral trade agreement. Our objective through the BTA is to strengthen and deepen India-US two-way trade across goods and services, increase market access, reduce tariff and non-tariff barriers, and deepen supply chain integration between the two countries. So that is how we look at the issue of tariff as far as India-US is concerned. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടുന്നു. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ ഗുജറാത്ത് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനൽ മറ്റന്നാൾ നടക്കും. ഉച്ചയ്ക്ക് 2:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. അതേസമയം സെമി പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയായിരുന്നു കിവീസിന്റെ ഫൈനൽ പ്രവേശം. രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം വരും ദിവസങ്ങളിൽ മധ്യ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ഗുജറാത്തിലും താപനില 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. കൊങ്കൺ, ഗോവ, കേരളം, മാഹി, തീരദേശ കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ചൂട് തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. പകൽ 10 മുതൽ 3 മണിവരെയുള്ള സമയത്ത് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയാണ് രേഖപ്പെടുത്തുന്നത്. വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് ചാഞ്ചാട്ടം. സെൻസെക്സ് 7 പോയിന്റ് താഴ്ന്ന് 74,332ലും നിഫ്റ്റി 8 പോയിന്റ് നേട്ടത്തിൽ 22,552ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പൊതുജന താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി സെബി ബോർഡ് അംഗങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ പൊതുവായ ചട്ടക്കൂട് അനിവാര്യമാണെന്ന് സെബിയുടെ പുതിയ ചെയർപേഴ്സൺ തുഹിൻ കാന്ത പാണ്ഡെ. രാജ്യത്തിന്റെ വളർച്ചാ വേഗതയെ പിന്തുണയ്ക്കുന്നതിന് ആഭ്യന്തര വിദേശ മൂലധനം അനിവാര്യമാണെന്നും ശ്രീ പാണ്ഡെ അഭിപ്രായപ്പെട്ടു. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ അറസ്റ്റ് കോടതി റദ്ദാക്കി. കോടതി ഉത്തരവിനെ തുടർന്ന് യൂണിനെ തടവിൽ നിന്ന് മോചിപ്പിച്ചതായാണ് റിപ്പോർട്ട്. യൂൻ സുക് യോളിന്റെ അറസ്റ്റ് നിയമാനുസൃതമല്ലെന്നും തടങ്കൽ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. റമദാൻ വ്രതം ആരംഭിച്ചതോടെ ഗൾഫിൽ നോമ്പുതുറ അറിയിക്കുന്നതിനായുള്ള പീരങ്കി വെടിമുഴക്കവും ആരംഭിച്ചു. വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും കര, കടൽ യാത്രാ സംഘത്തെയും നോമ്പുതുറ സമയം അറിയിക്കാനുള്ള മാർഗമായാണ് മുൻകാലങ്ങളിൽ പീരങ്കി വെടിയുതിർത്തിരുന്നത്. പാരമ്പര്യം പിന്തുടർന്ന് ഇന്നും അതത് എമിറേറ്റുകളിൽ പോലീസ് വിഭാഗം ആചാരം തുടർന്നു പോരുകയാണ്. ദുബായിൽ ബുർജ് ഖലീഫയിൽ നിന്നാണ് ഇഫ്താർ പീരങ്കി വെടിയുതിർക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വ്യവസായങ്ങൾക്കായി പുതിയ തലമുറയെ സജ്ജമാക്കുന്നതിന് വ്യവസായ അക്കാദമിക മേഖലയിലെ സഹകരണം പ്രധാനമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നാളെ അന്താരാഷ്ട്ര വനിതാ ദിനം. ന്യൂഡൽഹിയിലെ ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വേനൽക്കാല ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ലെന്നും വൈദ്യുതിയുടെ അമിതോപയോഗം നിയന്ത്രിക്കണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി.
ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.